നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്, ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണപക്ഷത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ നടന്ന കടന്നാക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയത്. രാഹുലിന് ബാലബുദ്ധി എന്ന് പരിഹസിച്ചിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വിജയം ഊന്നിയുള്ള പരിഹാസമായിരുന്നു ഇന്ന് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെ വിമർശനങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ, അതിൽ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്ന ഒരു രീതി തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ നടത്തി വന്ന പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മണിക്കൂറും 15 മിനിറ്റും ഇപ്പോൾ തന്നെ പ്രസംഗം പിന്നിട്ട് കഴിഞ്ഞു. ഇതിൽ ഭൂരിപക്ഷ സമയവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും അക്കമിട്ട് പറഞ്ഞ് പരിഹസിക്കുകയും വിമർശിക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്തത്. പ്രധാനപ്പെട്ട വിമർശനം എന്നത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ഭരണഘടന ശില്പിയായ അംബേദ്കറെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും നെഹ്റു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുകയും അതേപോലെ തന്നെ ജഗ്ജീർ റാം എന്ന ദളിത് നേതാവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെ തടയാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചെന്നും അടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് ലക്ഷ്മി തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. അതേപോലെ പട്ടാളത്തിന്റെ, അതായത് സൈന്യത്തിന്റെ മനോബലം തകർക്കുകയും സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോർച്ചക്കാര്യത്തിൽ കടുത്ത നടപടിയെടുത്തു എന്നും വ്യക്തമാക്കുന്ന ഒരു സന്ദേശവും അതിനിടയിൽ, ഈ വിമർശനത്തിനിടയിൽ പ്രധാനമന്ത്രി നൽകി. ഏതൊക്കെയായാലും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തിന് അതേ രീതിയിൽ തന്നെ നരേന്ദ്രമോദി തിരിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത്. ലക്ഷ്മി, രാഹുലിന്റെ വിമർശനങ്ങൾക്ക് അതേ സ്വരത്തിൽ, അതേ നാണയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ മറുപടി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.